ആരവല്ലി മലനിരകളുടെ നിർവചനത്തിൽ മാറ്റം വരുത്തിയ വിധിയുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ അവധിക്കാല ബെഞ്ചിലാണ് ഹർജി പരിഗണിക്കുന്നത്. നിർവചന മാറ്റം നിയന്ത്രണമില്ലാതെ ഖനനത്തിനും പരിസ്ഥിതി നാശത്തിനും കാരണമാകുമെന്ന ആശങ്ക തുടരുകയാണ്. 100 മീറ്റർ ഉയരമെങ്കിലും ഉള്ള കുന്നുകളെ മാത്രമേ ആരവല്ലിയുടെ ഭാഗമായി കാണാനാകൂ എന്നാണ് കോടതിയുടെ പുതിയ നിർവചനം. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, കോടതിയെടുക്കുന്ന മറ്റൊരു വിഷയമാണ് ഈ മലനിരകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു നിർവചനത്തിൽ തന്നെ വലിയൊരു മാറ്റമാണ് വന്നത്. അതാണ് ഇനിയിപ്പോൾ ഇന്ന് വീണ്ടും പരിഗണിക്കാൻ പോകുന്നത് സുപ്രീം കോടതി. എങ്ങനെ കാണാം അതിനെ? ആരവല്ലി പർവ്വതനിരകളെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാന ഒരു ഇടം കൂടി തന്നെ, അവരുടെ ഒരു സംരക്ഷണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഡൽഹിയെ സംബന്ധിച്ച്, രാജ്യതലസ്ഥാനത്തെ വായു മലിനീകരണം അടക്കം പൊടിയൊക്കെ തന്നെ തടയുന്നതിനാവശ്യമായ ഒരു സംരക്ഷണം ഒരുക്കുന്നത് ഈ പർവ്വതനിരകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നിർവചനം, അതായത് ഈ നിർവചനം കൊണ്ടുവരുന്നത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ്. അത് സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത്, അതിനുശേഷം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഖനനത്തിന് അനുമതി ഉണ്ടാകില്ല, സംസ്ഥാന സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നൊക്കെ തന്നെ വിജ്ഞാപനം ഇറക്കുകയും നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ 100 മീറ്റർ ഉയരമുള്ള കുന്നുകളൊക്കെ തന്നെ, അതിന് മുകളിലേക്കുള്ള കുന്നുകൾ മാത്രമേ പർവ്വതനിരയുടെ ഭാഗമായി കണക്കാക്കാനാകുള്ളൂ. ഒപ്പം തന്നെ അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള അകലം, കുന്നുകൾ തമ്മിലുള്ള അകലത്തിലൊക്കെ തന്നെ ചില നിർവചനങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ കുന്നുകൾ തമ്മിലുള്ള അകലം കൃത്യമായി കണക്കാക്കുന്നില്ല, അല്ലെങ്കിൽ ഇല്ല എങ്കിൽ അതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി മാറില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. ഇതൊക്കെ തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ, അതായത് ഏകദേശം 90% കണ്ടൽക്കാടുകളും ഈ ചെറിയ കുന്നുകളും അടങ്ങിയ ഒരു മേഖലയാണ് ആരവല്ലി പർവ്വതനിരകളെല്ലാം കൂടി മേഖല ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയെ പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്തുക, അല്ലെങ്കിൽ ആ പ്രദേശത്തെ സംസ്ഥാനങ്ങളുടെ ഭൂപ്രകൃതിയെ തന്നെയും ജല സംവിധാനത്തെ ആകെ തന്നെ ഭൂഗർഭ ജലത്തെ അടക്കം സംരക്ഷിച്ചു നിർത്തുകയൊക്കെ ചെയ്യുന്നത് ഈ പർവ്വതനിരകളാണ്. സ്വാഭാവികമായും ഇതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇതിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ വലിയ തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇനിയിപ്പോൾ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതി സ്വമേധയാ തന്നെയാണ് ഈ വിഷയം പരിഗണിക്കാൻ തീരുമാനിച്ചത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തന്നെയാണ് ഇതും പരിഗണിക്കുന്നത്. ആ സമയത്ത് ഇതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും വിട്ടുനോക്കുന്നത്. നമുക്കറിയാം, വലിയ തരത്തിലുള്ള പ്രതിസന്ധി, ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർന്നു വന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ വരികയും മറ്റു തരത്തിലുള്ള നീക്കങ്ങളിലൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ പ്രതിഷേധങ്ങൾ ശക്തമായി നിൽക്കുന്നുണ്ട്. കൂടുതലായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളെ സാരമായി ബാധിക്കുന്ന തരത്തിലാണ് ഈ നിർവചനം വന്നിട്ടുള്ളത്. അപ്പോഴും കേന്ദ്ര സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില തിരുത്തലുകൾ വരുത്തുകയും ചില മാറ്റങ്ങൾ മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഖനനങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് ഇത് വൻകിട കുത്തക മുതലാളിമാർക്ക് ഖനനത്തിനുള്ള അനുമതി നൽകാനും ഈ കുന്നുകളല്ല എന്ന് കണക്കാക്കിയാൽ ആ പ്രദേശം മുഴുവനുള്ള മണ്ണും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ എടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്യും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളാകെ തന്നെ 3200ഓളം കേസുകളാണ് അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ട് ആരവല്ലി മേഖലയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി അത് വർദ്ധിക്കാനുള്ള സാധ്യത, പലയിടത്തും കേസുകൾ ഉണ്ടാകുന്നില്ല, പോലീസിനെയും മറ്റ് സംവിധാനങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിന്റെ പരിരക്ഷ കൂടി വരുന്നതോടെ സ്ഥിതിഗതികൾ കുറെ കൂടി ഗുരുതരമാവുകയും സംസ്ഥാനങ്ങളിലെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കോടതി ഇന്ന് അക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എല്ലാവരും, പരിസ്ഥിതി പ്രവർത്തകരും സംസ്ഥാനങ്ങളും ഉറ്റുനോക്കുന്നത്. മായ, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ ആരവല്ലി മലനിരകളുടെ നിർവചനത്തിൽ ഉണ്ടാക്കിയ മാറ്റം, ആ വിധി വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. കോടതി എങ്ങനെ എടുക്കുമെന്ന് നോക്കിക്കാണാം.